കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ നമ്മുടെ ദൈവത്തിൽ എന്നേക്കും ആശ്രയിപ്പാൻ അവിടുന്ന് നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മേൽ വെളിപ്പെടേണ്ട എല്ലാ ദൈവപ്രവൃത്തികളും അവിടുത്തെ ആത്മാവ് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഒരു കാത്തിരിപ്പ് എല്ലാ ദിവസവും നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ക്ഷണിച്ചു പോകാനും തളർന്നു പോകാനും തകർന്നു പോകാനും എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ആര് കാത്തിരിക്കുന്നോ അവരെ ശക്തിയോടെ നടത്താൻ കഴിവുള്ള, ബലത്തോടെ നടത്തുന്ന സർവശക്തൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും തിരിച്ചറിയാൻ എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകുന്നു. മാരക രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നു. സ്വസ്ഥതകൾ, ദേശങ്ങൾ നഷ്ടപ്പെടുന്നു. സമാധാനം നഷ്ടപ്പെടുന്നു. ജനം സ്വസ്നേഹികളായിക്കൊണ്ടിരിക്കുന്നു. അക്രമങ്ങളെന്നും അഴിച്ചുവിട്ടുകൊണ്ട് ദയ നഷ്ടപ്പെട്ട ഒരു സമൂഹമായി ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിവർന്ന തലകളെ പൊക്കുക. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. നമുക്ക് വേണ്ടി കൽവറിയിൽ അവസാനത്തെ തുള്ളി രക്തവും ഊറ്റിത്തന്ന് സ്വന്തം തോളിന്മേൽ തലചായ്ച്ച് സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട എൻ്റെ യേശുവിൻ്റെ മഹാസ്നേഹത്തിനായി, മഹാകരുണയ്ക്കായി, നമ്മളുള്ള അധ്യയക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി സകലത്തെയും കാൽ കീഴാക്കി പിശാചിൻ്റെ സകല സാമ്രാജ്യങ്ങളെയും തകർത്ത് കളഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും ബലവും മഹത്വവും ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ നന്ദി പറയാം. പ്രിയരെ, ദോഷികളും പാപികളുമായ നമ്മെ ആ നല്ല ഒലിവോടെ ചേർത്തൊട്ടിച്ച മഹാദേക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇന്ന് പകലിലും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ കർത്താവേ, അവിടുത്തെ വരവിനായി എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? ഈ പകലും പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. യേശു താൻ വേഗം വരുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ വരാൻ സമയമായിരിക്കുന്നു. ഇന്ന് പകലിലും ആ കർത്താവിനെ നമുക്കൊന്ന് ഓർക്കാം. രണ്ട് കള്ളന്മാരുടെ മധ്യേ കണ്ടാൽ ആളറിയാതെ വണ്ണം വിരൂപമായി കിടക്കുന്ന എൻ്റെ യേശുവിൻ്റെ രൂപമൊന്ന് ശ്രദ്ധിക്കുക. രാജാതി രാജാവും രാജകുമാരനുമായവനാണ്. മാംസങ്ങളെല്ലാം അടർത്തി മാറ്റപ്പെട്ട, രക്തം ധാരധാരയായി ഒഴുകി സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് സ്വന്തം തോളിന്മേൽ തലചായ്ച്ചത് എന്തിനു വേണ്ടി? നമ്മുടെ പാപത്തിനു വേണ്ടി, നമ്മുടെ ശവം മാറാൻ. അവിടുന്ന് ഏറ്റവും ഓരോ അടിയുടെ പിണറുകളും നമുക്ക് സൗഖ്യം വരേണ്ടതിനാകിയാൽ ഇന്ന് പകലിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം 36-ാം വാക്യം നമുക്ക് പരിചയമാണ്. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ
പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച 84 സംവത്സരം വിധവയും വളരെ വയസ്സെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു. ഈ ഒരു സ്ത്രീ രക്തത്തെ അവിടുത്തെ ആത്മാവ് വ്യക്തമായി വരച്ചു കാണിക്കുന്നു. ഏത് ഗോത്രമാണെന്നും ആരുടെ മകളാണെന്നും ആരായിരുന്നു എന്നും പരിശുദ്ധാത്മാവോട് കാണിക്കുന്നു. ഹന്ന എന്ന് പറഞ്ഞ പ്രവാചകി 84 വയസ്സ് ഏജ് പറയുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് അതിനേക്കാൾ ശക്തമായി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് അവൾ ദേവാലയം വിടാത്തവളായിരുന്നു. രാവും പകലും പ്രാർത്ഥിക്കുന്നവളായിരുന്നു. രാവും പകലും പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നിൻ്റെ മേൽ വെളിപ്പെടുത്തും, നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുത്തും, നിൻ്റെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടുത്തും. നോക്കൂ, വേറെ ജോലിയില്ലഞ്ഞിട്ടല്ല, രാവും പകലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകാൻ ഒരു വ്യക്തി തയ്യാറായ ആ നിമിഷം സ്വർഗം ആ വ്യക്തിത്വത്തെ കൈവിട്ടില്ല. പ്രിയരെ, പ്രാർത്ഥിക്കുന്നവരെ കൈവിടാത്ത ദൈവം അവരുടെ പേര് അഡ്രസ് ചെയ്യുകയാണ്. ആലയത്തിൽ പോയി ഹൃദയം പകർന്ന ഹന്നയെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ അഡ്രസ് ചെയ്യുന്ന നമ്മൾ കണ്ടല്ലോ. പ്രാർത്ഥിക്കുന്നവരുടെ പേര് സ്വർഗം പ്രസിദ്ധമാക്കും. മുട്ടുകുത്തുന്നവനെ സ്വർഗമറിയും. ദാനിയേൽ മുട്ടുകുത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക, താൻ പതിവ് പോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള വ്യക്തമായ സന്ദേശം, പതിവ് പോലെ പ്രാർത്ഥിക്കാൻ, രാവും പകലും പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ ഹൃദയം പകരാൻ, ആലയം വിട്ടുപിരിയാതെ, ദൈവസാന്നിധ്യം വിട്ടുപിരിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ ദൈവം കൈവിടില്ല, ദൈവം ഉപേക്ഷിക്കില്ല. നീ ബലഹീനനാകുമ്പോൾ, നിന്റെ ശരീരത്തിൻ്റെ ശേഷി കുറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ ദൈവാത്മാവ് വെളിപ്പെടുത്തും. വാർദ്ധക്യത്തിലും ബലം ക്ഷയിക്കുമ്പോഴും അവിടുന്ന് തള്ളിക്കളയില്ലെന്ന് പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് പറയാൻ നിയോഗമുണ്ട്. നമുക്കറിയാം, കലേബ് എന്ന് പറഞ്ഞ മനുഷ്യൻ 85 വയസ്സായപ്പോഴും താൻ പറയുകയാണ്, പണ്ടത്തെ പോലെ ഓടാനും പിടിച്ചടക്കാനും നടക്കാനും ഒക്കെ എനിക്ക് അതേ ആരോഗ്യം ഈ 85-ാം വയസ്സിലുമുണ്ട്. കാരണം ദൈവത്തോട് പറ്റിയിരിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഞാനും നിങ്ങളും നമ്മുടെ ജനറേഷനും ആയിരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെ മേൽ വരും. ആ ഹന്ന എന്ന് പറഞ്ഞ പ്രവാചകിയാണ്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവരെപ്പറ്റി പരിശുദ്ധാത്മാവ് അടുത്ത വാക്യത്തിൽ പറയുന്നു, യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ആരെയാ? യേശുവിനെ പറ്റി. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ലോകത്തിൻ്റെ രക്ഷകനായി ഭൂമിയിലേക്ക് പിറന്ന യേശുവിനെ ശിമയോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ കയ്യിലെടുത്തിട്ട്, എന്താണ് ശിമയോനെ പ്രത്യേകത? ദേവാലയത്തിൽ പോകുമായിരുന്നു. ദൈവാലയത്തിൽ പോയവൻ പ്രവചന ശബ്ദം കേൾക്കുമായിരുന്നു. നീ വാഗ്ദത്തം കാണുമെന്ന് പറയുമായിരുന്നു. അങ്ങനെയെങ്കിൽ നിന്നോട് അരുളപ്പാട് ചെയ്തത് ദൈവമാണെങ്കിൽ നീ വാഗ്ദത്തം കാണും. ശിമയോൻ വാഗ്ദത്തം കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഹന്നയും അടുത്തു നിന്ന് ദൈവത്തിന് മഹത്വം കരയറ്റേ. കാരണം ആലയം വിട്ടുപിരിയാത്തവർ, പ്രാർത്ഥിക്കുന്നവർ വാഗ്ദത്തങ്ങൾ കാണും, വാഗ്ദത്തം കയ്യിലെടുക്കുമെന്ന് ഇന്ന് പകൽ വിളിച്ചു പറയാൻ നിയോഗമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വാഗ്ദത്തം കാണിക്കത്തില്ലെന്ന് പിശാച് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കാം. എത്ര നാളായും ചോദിക്കല്ലേ ശിമയോനോടും. ശിമയോന് പറയാൻ പറ്റും, എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് തൂത് പറഞ്ഞത് ഒരു മനുഷ്യനല്ല, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്.
അതുകൊണ്ട് അത് നിവർത്തീകരിച്ച ദൈവം ഇതാ എന്നെ കാണിച്ചിരിക്കുന്നു. ഈ ഹന്നയ്ക്കും പറയാനുള്ളത് അതാണ്. ആലയം വിട്ടുപിരിയാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, രാവും പകലും പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, ഉപവസിക്കാൻ തയ്യാറായപ്പോൾ, കാണേണ്ട വാഗ്ദത്തം കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എന്നെയും ദൈവം ഇടയാക്കി. സഹോദരങ്ങളെ, ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളതാ, പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ, മുട്ടുമടക്കാൻ തയ്യാറാകൂ, ദൈവശക്തി ഏറ്റെടുക്കാൻ തയ്യാറാകൂ, ആത്മാവിൽ മൂവ് ചെയ്യാൻ തയ്യാറാകൂ. പ്രാർത്ഥന മുടക്കരുത്, ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നിന്ന് മാറരുത്. നിങ്ങൾ കാണാത്ത ചില ദൈവിക പ്രവർത്തികൾ നസറായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുവാൻ തയ്യാറുള്ളവർ ഈ പകൽ പറ, ഞങ്ങൾ വാഗ്ദത്തം കാണും, ഞങ്ങളത് കയ്യിലെടുക്കും. അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഈ പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ആമേൻ പറഞ്ഞ ദൂതേറ്റെടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. വാഗ്ദത്തം കാണിക്കത്തിൽ നിന്ന് പിശാച് പറഞ്ഞ് കേട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. മുട്ടുമടക്കുന്ന, കാത്തിരിക്കുന്ന, ആലയം വിടാതെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവർത്തികളെ കാണുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ കാണും. സെക്കരിയാവേ, നീ വാഗ്ദത്തം കാണും. എലിസബത്തെ കാണും. ദൈവസന്നിധിയിൽ പെർഫെക്റ്റായി നിന്ന കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന സെക്കരിയാവിനോട് ദൈവം പറഞ്ഞത്, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രാർത്ഥിക്കുന്നവൻ റിസൾട്ട് കാണും. വിശ്വസിക്കൂ, വിശ്വസിക്കൂ, വിശ്വസിക്കൂ. നിങ്ങളുടെ തലമുറകൾ അത് കാണും, നിങ്ങളത് കാണും, നിങ്ങളുടെ മിനിസ്ട്രിയിൽ അത് കാണും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്ന പകൽക്കാലമാണ്. സർവശക്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മഹത്വമുള്ള ഭുജത്തിനായി സ്തോത്രം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരിക്കാൻ ഞങ്ങൾ നന്ദി പറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ ബലത്തോടെ, ഈ ശക്തിയോടെ ഞങ്ങളെ ഇന്ന് പകൽ നയിക്കണമേ. ഞങ്ങൾ കരങ്ങളിലെടുക്കും, ഞങ്ങളത് കാണും, അനേകർക്കതൊരു ആശ്ചര്യമാകും. കർത്താവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം തൃപ്പാദത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ദൈവം പറഞ്ഞ അരുളപ്പാടുകൾ നിവർത്തീകരിക്കുന്നതും കാണും. അവിടുന്ന് അതിന് ഞങ്ങളെ ഇടയാക്കും. അതിനായി നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.